ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ കുറച്ച് ചേരുവ കൊണ്ട് ചെയ്തെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ തന്നെ കഴിക്കാവുന്നതാണ്. അതുപോലെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ട് കൊടുത്ത് നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ചും കൂടി ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് ജീരകം ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് തന്നെ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മളിതിവിടെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഈ ഒരു അരിപ്പൊടി നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മളിങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുമ്പം ഒന്ന് രുചിച്ച് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഉപ്പ് കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പം നമ്മളിതിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് വാഴയിലയിൽ വെച്ചൊന്ന് പരത്തിയാണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ചെറിയ ചെറിയ ബോൾസാക്കി എടുത്ത് നമുക്ക് ഈ വാഴയിലയിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഒരല്പം വെള്ളം തൊട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് വെച്ചിട്ട് വാഴയില കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. വേണമെങ്കിൽ നമുക്കിത് കുഴക്കട്ടയുടെ കൂട്ട് ഉരുട്ടി സ്റ്റീം പാത്രത്തിൽ വെച്ച് സ്റ്റീം ചെയ്തെടുത്താലും മതി. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എല്ലാം നമ്മളിപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചതിന് ശേഷം തീരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഈ ഒരു തട്ടിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 20 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്കിത് വാഴയിലയിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് വെറുതെയും കഴിക്കാം, അല്ലെങ്കിൽ കറിയൊക്കെ കൂട്ടിയും കഴിക്കാവുന്നതാണ്. അങ്ങനെ ക്യാരറ്റും അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായി ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.